ഇന്ന് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വെച്ച് എന്ത് ചെയ്യാൻ പോവാന്നറിയാവോ? ഇന്നൊരു ഹെയർ പാക്ക് തയ്യാറാക്കാൻ പോവാണ്. ഹബിയുടെ മുടിയാണെങ്കിൽ ഒട്ടും ഉള്ളൊന്നും ഇല്ലാതെ കട്ടിയില്ലാതെ ഒരു ചെമ്പൻ കളറൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ ഹെയർ പാക്ക് തയ്യാറാക്കി ഇട്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഹബിയുടെ മുടിക്ക് മാറ്റം വന്നത്. ആദ്യം കറ്റാർ വാഴയാണ് വേണ്ടത്. കറ്റാർ വാഴ ഇത് മുറിച്ച് കുറച്ച് നേരം കുത്തി നിർത്തണം, എന്നാലേ ഇതിൻ്റെ കറ പോകത്തുള്ളൂ. ഈ കറ തട്ടിക്കഴിഞ്ഞാൽ ചൊറിയും. അപ്പോൾ അങ്ങനെ കറയൊക്കെ കളഞ്ഞതാണ്. ഇനി ചെമ്പരത്തി ഇല, മുട്ട്, ചെമ്പരത്തി പൂവ്, ഇത്ര സാധനങ്ങളുണ്ട്. ബ്രഹ്മി എടുത്തിട്ടുണ്ട്, തുളസി ഇല എടുത്തിട്ടുണ്ട്, മൈലാഞ്ചി എടുത്തിട്ടുണ്ട്, നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഇത് കയ്യോന്നി ഇന്നലെ എനിക്ക് ഒരിടത്തുനിന്ന് കിട്ടിയത്. ഇവിടെ ഉണക്കായതുകൊണ്ട് ഇപ്പോൾ കാണാനേ ഇല്ല. ഇനി ചുവന്നുള്ളി, ഉലുവ, തേയിലപ്പൊടി, ഇത്ര സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ വെച്ചാണ് നമ്മളിന്ന് ഹെയർ പാക്ക് തയ്യാറാക്കാൻ പോകുന്നത്. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അരയ്ക്കുമ്പോൾ. ഇനി ഇത് നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. മുടി ഇങ്ങനെ തേച്ച് കൊടുക്കുക. ആഴ്ചയിൽ ഒരിക്കൽ ഹബിയുടെ മുടിയിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഹബിയുടെ മുടി ഒരു ചെമ്പൻ കളറൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് ശേഷം ഒരുപാട് മാറ്റമുണ്ട്. അങ്ങനെ മുടിയുടെ ഉള്ളിൽ എല്ലാ തലയോട്ടിയിലും എല്ലാ മുടിനാരിലും ഇങ്ങനെ പറ്റുന്ന രീതിയിൽ തേച്ച് കൊടുക്കണം. ഇത് നമ്മൾ കഴുകി കഴിഞ്ഞിട്ട് ഒരു ചീപ്പ് വെച്ച് ഇരുമ്പോൾ ഈ പൊടിയെല്ലാം അങ്ങ് പോകുന്നതാണ്. ഇതിൻ്റെ നീര് മാത്രമായിട്ട് എടുത്തും തേക്കാം. കഴുകി കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് വീര്യം കുറഞ്ഞ ഷാമ്പു ഇട്ട് കഴുകിയതിന് ശേഷമുള്ളതാണ്. ഞാൻ ബേബി ഷാമ്പു ആണ് ഉപയോഗിച്ചത്. മുടിയുടെ ലുക്ക് കണ്ടോ? വളരെ നല്ലൊരു ഹെയർ പാക്കാണ്. അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട്